നമ്മൾ പ്രത്യുത്തരമായി പറയണത് എന്താണ് പറയണത്? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കൊറോസുസ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യുത്തരമായിട്ട് സഭ പറയണത് എന്താണ്? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ പ്രാർത്ഥന രണ്ടായിട്ട് തിരിയുകയാണ്. അതായത് ചെയ്യുന്ന പ്രാർത്ഥനയായിട്ടത് മാറും. കർത്താവ് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നാണ് പറഞ്ഞത്, അല്ലേ? പ്രാർത്ഥന കേൾക്കാനല്ല പറഞ്ഞത്. ഉടമ്പടി പ്രാർത്ഥനയല്ല ശരിക്കും പറഞ്ഞാൽ, അത് ചെയ്യണ ഒരു പദ്ധതിയാണ്. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് പാനപാത്രം എടുത്തിട്ട് എന്താ പറഞ്ഞത്? ഇത് പുതിയ നിയമത്തിലെ എൻ്റെ ഉടമ്പടിയാകുന്നു, അല്ലേ? 2:20 ലൂക്ക 2:20. അത് ഉടമ്പടിയാകുന്നിട്ട് ഉടമ്പടി എന്താ ചെയ്യേണ്ടത്? ഉടമ്പടി ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതാണ് 2:19. ഉടമ്പടി ചെയ്യണത് എങ്ങനെയാണ്? അപ്പോൾ ചൊല്ലുക, ചെയ്യുക പ്രാർത്ഥനയുടെ 2 രൂപങ്ങളാണ്. നമ്മൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥന എന്താ പറയണത്? എന്നൊക്കെ പ്രാർത്ഥന ചെയ്യാവുന്നതാണോ പറയണത്? അല്ല, പ്രാർത്ഥന ചൊല്ലാവുന്നവർ. അപ്പോൾ അത് ചൊല്ലണ പ്രാർത്ഥനയാണ്. പിന്നെ ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ ചൊല്ലലേ നിൽക്കത്തില്ല കാര്യങ്ങൾ. ഹെവി ഡ്യൂട്ടി ആണെങ്കിലേ, ഇപ്പം രാവിലെ ഞാൻ കാപ്പി കുടിച്ചിറങ്ങുമ്പോൾ ഒരു മോളെ കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, വെച്ചാൽ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത് കളയണമെന്നാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അവളുടെ വയറെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വയറില്ലല്ലോ എന്ന് പറഞ്ഞ്. എന്താ കാര്യം? അവളുടെ വയറ് ചെറിയ വയറാണ്, 3 മാസത്തെ വളർച്ചയില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അത് ഹെവി ഡ്യൂട്ടിയാണ്. കാര്യം ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ മാതാവ് നല്ല ആരോഗ്യമുള്ള മിടുക്കന്മാരായ കുഞ്ഞുങ്ങളായിട്ട് വയറ്റിലിട്ട് വളർത്തി പ്രസവിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ചൊല്ലണ പ്രാർത്ഥനയിൽ അവസാനിക്കത്തില്ലത്. അത് നമ്മൾ ഹെവി ഡ്യൂട്ടി വരുമ്പോൾ എപ്പോൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടി വരും. കാര്യം വചനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം അത് ചൊല്ലലല്ലല്ലോ. എന്താണത്? ചെയ്യണം. ഉടമ്പടി എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഉടമ്പടി എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്പർ 2:5 എന്ത് എഴുതിയിരിക്കണത്? അവൻ പറയണത് പോലെ ചെയ്യുവേൻ. അപ്പോൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഗ്രഡേഷൻ പ്രാപിക്കണമെങ്കിൽ, അതായത് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രെയർ ഫോം അപ്ഗ്രേഡ് ചെയ്യണം, പ്രാർത്ഥനാരൂപം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ 4G എന്ന് പറയുന്നു. ഇപ്പോഴേ 5Gയെക്കുറിച്ചാണ് ആൾക്കാർക്ക് ഫോണൊക്കെ ഇറങ്ങാൻ തുടങ്ങി, 5Gയുടെ ഫോൺ. അപ്പോൾ കൂടുതൽ സാധ്യതകളാണ് അതിലുണ്ട്, കൂടുതൽ ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓരോ കാലം ചെല്ലുന്തോറും മൊബൈലിൽ പുതിയ ഓപ്ഷൻസ് വരികയും അപ്ഗ്രഡേഷൻ വരികയും. ഇതുപോലെ ആധുനിക കാലമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേയറിന് വന്നിട്ടുള്ള അപ്ഡേഷനാണ് ഉടമ്പടിയായിട്ട് കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന, അത് ഈ 20% മാത്രമേ ഉടമ്പടിയിൽ പ്രേയറുള്ളൂ. മരിയൻ ഉടമ്പടിയിൽ 20% വെറും 20% മാത്രമേ ചൊല്ലലുള്ളൂ. അതേതാണ്? രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചൊല്ലണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്ന ഉടമ്പടി പ്രാർത്ഥന. അതാണ് ഇതിൻ്റെ അകത്തുള്ള ആ പ്രാർത്ഥന ചൊല്ലൽ. ബാക്കി 80% ചെയ്യലിലാണ് കിടക്കുന്നത്. ചില വ്യക്തികൾ ഇത് ചൊല്ലൽ മാത്രമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ 20%ലാണ് ഈ സാധനം വർക്ക് ചെയ്യണത്. അതറിയണം നിങ്ങൾ. ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും പറയണത്, അയ്യോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5 മണിക്ക് എഴുന്നേറ്റ് ചെല്ലണമെന്ന് പറയും. 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയാലും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയാലും ആ ഉടമ്പടി എന്ന പ്രോജക്റ്റിൻ്റെ 20%ആണ് നമ്മൾ കവർ ചെയ്യണത്. ബാക്കി 80% മുഴുവനും ചെയ്യുന്നതിലാണ് കിടക്കുന്നത്. മനുഷ്യൻ്റെ നിത്യരക്ഷയുടെ വിഷയം വന്നപ്പോൾ
ഈശോ തന്നെ പ്രേയറിനെ എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്തു? അതിനെ ചെയ്യുന്ന പ്രാർത്ഥനയാക്കി മാറ്റി. ചെയ്യുന്ന പ്രാർത്ഥന, അപ്പം ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നിന്ന് ചെയ്യുന്ന പ്രാർത്ഥനയിലേക്ക് മാറ്റും. അപ്പം ചെയ്യുന്ന വിഷയമാകുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ക്ലാപ്പ് എന്ന് പറഞ്ഞ പത്രം തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ക്ലാപ്പ് വായിച്ച് നോക്കണം കേട്ടോ. എന്താണ്? അതായത് ക്ലാപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ എന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വിലയിരുത്തലാണ് അതിനകത്തുള്ളത് വരണത്. ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു, ഇപ്പോൾ 25-35 വരുന്ന അവസാന ചോദ്യങ്ങളില്ല ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ സ്വാഭാവികമായി 90 ദിവസത്തിനുള്ളിൽ ആരെയൊക്കെ സന്ദർശിച്ചെന്ന് നമ്മൾ ഉടമ്പടി അസസ് ചെയ്യുന്നവരോട് പറയണം. എത്ര സന്ദർശനം നടന്നു എന്ന് പറയുമ്പോൾ അതിന് പോയിൻ്റ് ഉണ്ട്, റേറ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് അവരോട് രേഖപ്പെടുത്തും. പിന്നെ ഞാൻ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, അത് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആർക്കൊക്കെ ഭക്ഷണം കൊടുത്തു? അപ്പോൾ അത് ഭക്ഷണം ഇല്ലാത്ത ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ 10 പേർക്ക് കൊടുത്തു, 5 പേർക്ക് കൊടുത്തു എന്ന് പറയാം. അപ്പോൾ അതിനൊരു 3 പോയിൻ്റ് കിട്ടും. അതാണ് ക്ലാപ്പ് പേപ്പറിൻ്റെ പ്രത്യേകത. നിങ്ങൾ ക്ലാപ്പ് പേപ്പർ വെച്ചാൽ അതിപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ക്ലാപ്പ് പേപ്പർ തന്നു വിടുകയാണ്. കാര്യം എന്താ? നിങ്ങളതനുസരിച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാര്യം കുറേ നാൾ ഞങ്ങളിങ്ങനെ സഹായിക്കും, പിന്നെ കർത്താവ് നിങ്ങളെ ഓട്ടോമാറ്റിക്കാക്കി നിങ്ങൾ ഉയർത്തിക്കൊള്ളു. ഇത് ഭയങ്കര അപ്ഗ്രേഡ്. കുറച്ച് കഴിയുമ്പോൾ ദൈവദൃസന്നിധിയിൽ നിങ്ങൾക്ക് നല്ല തൂക്കം ഉണ്ടാകും. ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ്. എന്താണ് അത്? ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും ദൈവം തൂക്കി നോക്കും, അല്ലേ? ഞാൻ തന്നെ തൂക്കി നോക്കിയെന്ന് മെനെ തെക്കൽ ഉപാർസ്യൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി. എന്ത് പറ്റി? നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവ് തൂക്കണ പരിപാടി ഉള്ളതാ. നിങ്ങൾക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഉടമ്പടി അനുസരിച്ച് കൊണ്ട് ഇതുപോലെയുള്ള ദൈവനിവേശന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. എൻ്റെ മക്കളെ, ഇത് നമ്മളുടെ കയ്യിൽ കിട്ടിയ അനുഗ്രഹമാണ്. വളരെ മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് കൂടിയ കാര്യം. നിങ്ങൾക്ക് പിന്നെ ഒന്നും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല. എന്താ കാര്യത്തിന് നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞ പോലെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അക്രൈസ്തവര സഹോദരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസ പ്രമാണം നിർബന്ധിച്ച് ചെല്ലിക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് നിങ്ങളുടെ ഫ്രീഡത്തെ ഞങ്ങൾ മാനിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യക്തി യേശുവിനെ ഹോണർ ചെയ്തുകൊണ്ട് അവളുടെ സൽപ്രവൃത്തികളിൽ വളരാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ ദൈവവേദനയായി മാറും. ഒരു വ്യക്തി യേശുവിനെ ഹോണർ ചെയ്തുകൊണ്ട് ജീസസ് ചെയ്തുകൊണ്ട് മനുഷ്യത്വ പ്രവർത്തനങ്ങളിൽ, മാനവിക പ്രവർത്തനങ്ങളിൽ വളരാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഭാരം ദൈവതിരുസന്നിധി കൂടും. കാരണം യേശുവിൻ്റെ ഭാരം എങ്ങനെയാണ് കൂടിയത്? ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ഒരു തട്ടിൽ വെച്ചു, അടുത്ത തട്ടിൽ യേശുവിനെ വെച്ചു. ഈ പാപത്തേക്കാൾ കൂടുതൽ കൃപ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഈ പാപത്തിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ യേശു എന്നാ ചെയ്തത്? സഹനം കൂടി ഏറ്റെടുത്ത് സ്വന്തം ഭാരം വർദ്ധിപ്പിച്ചു, സ്വന്തം ഗുണനിലവാരം വർദ്ധിപ്പിച്ചു. മനുഷ്യൻ്റെ അവസ്ഥയിലായിരുന്നിട്ട് ദൈവം യേശു 2 തരത്തിലാണ് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് നിരതദ്രവ്യമായി മാറിയത്. നമ്മളെ വിലക്ക് വാങ്ങിയെന്നൊക്കെ പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. അതായത് നിത്യമരണത്തിൽ അകപ്പെടേണ്ട വ്യക്തികളെ യേശു വിലക്ക് വാങ്ങിയത് എങ്ങനെയാണ്? ഒന്ന്, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ. നമ്മൾ ഫിലിപ്പിയർ 2:6-7 വായിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞ്, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തിയപ്പോൾ അവൻ്റെ ഭാരം കൂടിയെന്നർത്ഥം ഇല്ലേ? ഒരു ത്ലാസിൽ താഴ്ന്ന് കിടക്കുന്ന ത്ലാസിന് എന്താണ് ഇരിക്കണത്? ഇപ്പോഴത്തെ ഇരിക്കുന്ന ത്ലാസിനേക്കാൾ ഭാരമാണുള്ളതാണ്. കർത്താവിൻ്റെ ഭാരം എങ്ങനെയാണ് കൂടിയത്? നമ്മൾ മുഴുവനും വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഭാരം കൂടിയത് എങ്ങനെയാണ്? അവൻ തന്നെ താഴ്ത്തിയപ്പോഴാണ്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്ന കർത്താവേ, കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരം ഹൃദയം പൂർണ്ണമായി നൽകുന്നു. പകരം എന്തോ നൽകുന്നു ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹത്വത്തെ. പകരം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് ഇതാണ്, ഇന്ന് നമ്മൾ വിഷമിക്കുന്ന വിഷമസന്ധികളെ എങ്ങനെ ദൈവത്തിന് ഉൾപ്പെടുത്തി കൃപ ആർജിച്ചുകൊണ്ട് നമ്മളുടെ ഭാരം, നമ്മുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി, വിലപേശ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, ദൈവദൃഷ്ടിന് എങ്ങനെ നമ്മുടെ ഭാരം കൂട്ടാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുന്നത്. അവൻ പറഞ്ഞതാണ് ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിന് നമ്മളെന്താ ചെയ്യണത്? മൊബൈൽ എടുത്തിട്ട്, യൂട്യൂബ് എടുത്തിട്ട് ഇത് വചനധ്യാനങ്ങൾ ഷെയർ ചെയ്യും. പണ്ടത്തേനേക്കാൾ എന്ത് ഈസിയാണ്. ആസാമിലും പഞ്ചാബിലും ഒന്നും പോകേണ്ട കാര്യമില്ല. എന്താ? സുവിശേഷ പ്രവർത്തനം നിൻ്റെ വിരൽത്തുമ്പിലാണ്. ഈ ഒരു വിരലുണ്ടെങ്കിൽ എത്രയോ പേരെ കർത്താവിനെ ഒരു ദിവസം അറിയിക്കാം. പക്ഷേ വെറുതെ അറിയിക്കരുത്, പ്രാർത്ഥിച്ചേ അറിയിക്കാവൂ. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ? കർത്താവേ, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇതാരാണ് ഈ വചനം കേൾക്കണത്, അവർ അങ്ങേ അറിയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, ഞാൻ മൊബൈലിലെ അങ്ങയുടെ വചന സന്ദേശം ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികളെ അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അങ്ങയുടെ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനും ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. പ്രകാരം പ്രവർത്തനം ചെയ്യുന്നവര്, യൂട്യൂബിലും ഫേസ്ബുക്കില് ശുശ്രൂഷകൾ ഷെയർ ചെയ്യുന്നവരെ നിയോഗങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കുക. കർത്താവിനെ ചേർന്ന് എല്ലാവരും ചേർന്ന് ദൈവസ്നേഹത്തോടെ അപ്പം നിങ്ങളത് പ്രാർത്ഥിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം തന്നെ വചനം എന്തിനാ മറ്റുള്ളവർ വചനം കേൾക്കണേ? എന്തിനാ? വചനത്തിൻ്റെ ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കണേ എന്തിനാ? നമുക്ക് രോഗം സൗഖ്യമാക്കാൻ. ഇതുപോലെ വചനത്തിന് ചില കഴിവുകളുണ്ട്. എന്താണ്? വചനം വ്യക്തിയെ വിശുദ്ധീകരിക്കാം. ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, ഏറ്റു പറഞ്ഞേ,
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന വചനത്തിലൂടെ അവർ കേൾക്കുമ്പോൾ അവർക്ക് എന്നാ പറ്റും? വചനം കേട്ടാൽ തന്നെ വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധി ഉണ്ടായാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? ശക്തി കൂടും, ഭാരം കൂടും. വിശുദ്ധി ഉണ്ടായാൽ പിന്നെ അടുത്ത വചനത്തിൻ്റെ നടപടി എന്താണ്? ശക്തി കൂടും. അതാണ് റോമ 1:16 പറയണത് അല്ലേ? ദൈവവചനം ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ശക്തിയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധന പ്രകാരം കർത്താവേ അരമണിക്കൂർ ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകണമേ. കർത്താവിന്റെ കൃപ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ നിറയട്ടെ. എല്ലാവരും ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഇപ്പോൾ നമ്മൾ അച്ഛൻ കർത്താവിൻ്റെ അരുവിയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണത്, ഭാരം ഉള്ളവരാക്കുന്നത്. അതായത് കൃപയുടെ ഭാരം വെപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ബലിഷ്ഠമാകണത്. ഉടമ്പടി കഴിഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിക്കും. കാര്യം ബൈബിളെല്ലാം കപ്പാസിറ്റി എന്നാണ് പറയണത്, കഴിവെന്നാണ് പറയണത്. അത് കൃപയായാലും അത് കഴിവാണ് ശരിക്കും. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഇപ്പം യോഹന്നാനില്ലേ അല്ലേ 1:12 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പറഞ്ഞ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കൈ അടിച്ച് കർത്താൻ ആരാധിക്കുക. അങ്ങിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ദൈവമക്കളുടെ സ്ഥാനം നൽകുന്നതിനെ ഓർത്ത്, ദൈവപുത്ര സ്ഥാനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ വീശി പരിശുദ്ധനായ ദൈവമേ, ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കൈയുയർത്തി കരങ്ങൾ വീശി കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധനായ ദൈവമേ, മഹോന്നതനായ ദൈവമേ, അത്ഭുതം ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. അപ്പോൾ ഉടമ്പടിയുടെ ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾ വചനം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ദൈവമക്കളാകാനുള്ള കഴിവ് എന്നാണ്. ദൈവമക്കളാകാനുള്ള കഴിവ് വർദ്ധിക്കുകയാണ്. കാര്യം വിശ്വാസം ചെയ്താണ് കഴിവ് വർദ്ധിക്കണത് നമുക്ക്. അതാണ് 1:12 പറയണത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ഒന്ന് പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പം ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സ്വത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കൽ അവകാശികളാകും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം
ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ കൃപാസനം പത്രമായാലും ശരി, മറ്റുള്ള മനുഷ്യർക്ക് പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴായാലും നിങ്ങൾ ഓർക്കണം, നിങ്ങളെ കർത്താവ് ഈ മാസം ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ മാസം അൾത്താറിൽ പറഞ്ഞ കർത്താവിൻ്റെ വചന വെളിപാടുകളുമാണ് നമ്മൾ കൈമാറുന്നത്. അവർ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. കാര്യം നമ്മൾ കർത്താവിൻ്റെ അവൻ പറയണത് പോലെ ചെയ്ത് അതനുസരിച്ച് ദൈവമക്കളാകാനുള്ള കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. കാര്യം വിശ്വാസത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ റോമ 1:12 പറഞ്ഞാൽ എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പക്ഷേ വിശ്വാസത്തിനൊരു പ്രശ്നം, വിശ്വാസം എപ്പോഴും ഇങ്ങനെ പരിപൂർണമാക്കപ്പെടണം. അതിനിപ്പോഴും പ്രവർത്തനങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം ഉണ്ടായിക്കൊണ്ട് വരില്ല. വിശ്വാസം എപ്പോഴും എന്താ സംഭവിക്കേണ്ടത്? അത് പരിപൂർണമാക്കിക്കൊണ്ടിരിക്കണം. അത് പ്രവർത്തനം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടല്ല. യാക്കോബ് 2:22 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പ്രവർത്തനനിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രവർത്തനനിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവർത്തനനിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ആത്മാവിന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യാക്കോബ് 2:22 അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും ഏറ്റു പറഞ്ഞ് അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. വിശ്വാസം പൂർണ്ണമാക്കണത് എങ്ങനെയാ? പ്രവർത്തികളിലാ. അതായത് ഉടമ്പടിയിൽ മുഴുവനുള്ള എന്താണ്? വിശ്വാസത്തെ പൂർണ്ണമാക്കാനുള്ള പ്രവർത്തികളാണ്. അത് യാക്കോബ് 2:22 വചനം. കാര്യം വിശ്വാസം വെറുതെ വിശ്വാസം ഉണ്ടായതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്തിരുന്നിട്ട് ആ വിശ്വാസം 20% വരും. കാര്യം പ്രാർത്ഥന മാത്രമായി പോകും. പല അണ്ണന്മാർക്ക് വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുക്കും, പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചെല്ലും, വല്ലപ്പോഴൊക്കെ ബൈബിളൊക്കെ വായിക്കും, അല്ലാതെ പ്രവർത്തനങ്ങൾ പകുതി മുക്കാലും കളയും. നിങ്ങൾ അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മളതിൽ പൂർണ്ണമായിട്ട് താത്വികമായിട്ട് ഒരു കണക്ക് കൂട്ടലോടുകൂടി വിശ്വസിക്കണില്ല. എന്തിനാണ് ഇപ്പോൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്യണത്? കഴിഞ്ഞ ഞാൻ പറയുമായിരുന്നു, അതായത് ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ആൾക്കാർ കുറവാണ്, ഭയങ്കര കുറവാണ്. അപ്പനും 2 മക്കളും അമ്മയൊക്കെ ഉള്ളൂ അല്ലേ. അപ്പം തറവാട്ടി കെട്ടി വന്നാൽ അതൊക്കെ നല്ല പണിയായിരിക്കും. കാര്യം അപ്പനും അമ്മയും പ്രായമായവർ കിടപ്പ് രോഗികൾ അവിടെ ഉള്ളത്. അപ്പം മാറി താമസിക്കുന്നവർ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? തറവാട്ടിൽ അപ്പനും അമ്മയും കുളിക്കാതെയും തേക്കാതെയും ഒക്കെ മണവും പിടിച്ച് കിടക്കിയിരിക്കും. അപ്പോൾ അത് അവളുടെ പണിയല്ലേ. അപ്പൻ്റെ ജീവനാവശ്യം, അമ്മയുടെ ജീവനാവശ്യം ഇളയ മകനെല്ലാം കൈപ്പറ്റി വന്നുകൊണ്ട് നമുക്ക് കൈ ഒഴിഞ്ഞ് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷെ നീ നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ, നല്ല ദൈവ പൈതലാണെങ്കിൽ, ക്രിസ്ത്യാനി എന്നതിനേക്കാൾ നല്ല ദൈവ പൈതലാണെങ്കിൽ നീ തറവാട്ടിൽ പോടും. അപ്പനെ അമ്മ ആരാണ് അകൃതമായി കിടക്കണത്? അവരെ ആരെയും സഹായം വിളിച്ച് കുളിപ്പിക്കണം. അത് അവരുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല. അവരുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് വചനം തൂക്കി നോക്കുകയാണ്. ഇപ്പം സാരി നനച്ചിടുന്ന അല്ലെങ്കിൽ ഉടുപ്പ് നനച്ചിടുന്നു നമ്മൾ. ഇപ്പോൾ നമ്മുടെ ഉടുപ്പ് ലക്കാൻ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അത് അവിടെ നനഞ്ഞിരുന്ന് മടയം വെച്ചിരിക്കുകയാണ്. നമ്മളെടുത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് നമ്മുടെ ഉടുപ്പല്ല, അത് അവരുടെ ജോലിയാണ്, നമ്മളെന്തിനാണ് ചെയ്യേണ്ടത്? നമ്മുടെ ജോലിയൊന്നും അവരാരും ചെയ്യാറില്ല, പിന്നെ നമ്മളെന്തിനാണ് അവരെ സഹായിക്കണത്? അങ്ങനെ ഒരു നിലപാടെടുക്കാം. എൻ്റെ ഉടുപ്പ് ഇതുപോലെ മണയം വെച്ച് കളഞ്ഞിട്ട് ഒരു പന്നിയും നോക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ പോയി വരിയൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കണത്? അത് നിങ്ങളുടെ പഴയ മനുഷ്യനാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളെ പുതിയ മനുഷ്യനാകും. കാര്യം എന്താണ്? അവർക്ക് വേണ്ടത് ചെയ്യുക മാത്രമല്ല, അത് ചെയ്തത് നിങ്ങളാണെന്ന് പോലും അവർ അറിയിക്കത്തില്ല. കൈയിട്ടിച്ച് കർത്താവ് ആരാധന ആരാധന ആരാധന. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ,
യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വിശ്വാസത്തോടെ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവർ, അപ്പോൾ ഉടമ്പടി ഒരു ബോധപൂർവം ചെയ്യുന്ന ഒരു നടപടിയാണ് ശരിക്കും. എന്തിനാണ്? നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ. നമ്മളെ കപ്പാസിറ്റി ഇപ്പം നമ്മൾ 6:63 നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ചേർത്ത് ഇല്ലേ? ഇപ്പം മത്തായി ശ്രീകാട് സുവിശേഷം 6:63 അതെന്താണ്? അതും ഇത് തന്നെയാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ റേറ്റിംഗ്, നമ്മുടെ ഭാരം അങ്ങോട്ട് കൂട്ടിക്കഴിയുമ്പോൾ, കഴിവ് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. അതാണ് 6:63 മത്തായി ശ്രീകാട് സുവിശേഷം. എന്താ പറഞ്ഞു? ഒന്ന് പറഞ്ഞേ, നിങ്ങളാദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും. ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്, ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. അല്ലാതെ ദൈവരാജ്യത്തിൻ്റെ നീതി, ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയാണ്. കാര്യം നീതി എപ്പോഴും 2-3 തരം ഉണ്ട് ബൈബിളിൽ. ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷം തന്നെ 5:20 വായിക്കുമ്പോൾ നിങ്ങളുടെ നീതി എന്ന് പറഞ്ഞ നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലെ പ്രവേശിക്കില്ല. അപ്പം അതിലംഘിക്കുന്ന നീതിയുണ്ട്. സാധാരണ നീതിയേക്കാൾ അതിലംഘിക്കുന്ന നീതിയുണ്ട്. അതിലംഘിക്കുന്ന നീതി എന്താണ്? പ്രതിഫലം മനുഷ്യരോട് ചോദിക്കാത്ത നീതിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രതിഫലം മനുഷ്യരോട് ചോദിക്കാത്ത നീതിയാണ്. ഇപ്പം ചിലപ്പോൾ രോഗികളെ വീട്ടിൽ കിടക്കുമ്പോൾ തോർക്കും, കിടന്ന് കുറക്കട്ടെ, എന്നെ കുറച്ച് പരിപ്പിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ പറയും. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിനക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവവേദനയായി മാറി. പണ്ട് ലോകത്തിൻ്റെ സന്തതിയാകുമ്പോൾ നീ ദൂത്ത് ദസ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പല രീതി ചെയ്യും. പക്ഷേ ഇപ്പോൾ നീ ആരായി മാറി? നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചു, ദൈവ പൈതലായി മാറുകയാണ്. ദൈവ പൈതലായി മാറുമ്പോൾ നിനക്കെന്താ പ്രശ്നം? നീ ചോദിക്കുന്ന മുമ്പ് തന്നെ നിൻ്റെ ആവശ്യം എന്തെന്ന് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ആദ്യം നീ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുവാൻ, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? അത് ചേർത്ത് നൽകപ്പെടാൻ വേണ്ടി. പക്ഷേ പല കാര്യങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ കഴിവനുസരിച്ചുള്ള കാര്യമായിരിക്കത്തില്ല. നമുക്ക് ലഭിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വെച്ചോ. നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ത് വെച്ചു, രണ്ടാമത്തെ കാര്യം എന്ത് വെച്ചു, ഞാൻ എപ്പോഴും നോക്കണത് ഉടമ്പടിയിൽ 5-6 കാര്യങ്ങൾ എന്ത് വെച്ചെന്നാണ് നോക്കണത്. എന്ന് വെച്ചാൽ ഇത് ദൈവത്തിന് പോലും നടക്കരുത് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അടുത്ത് കിടക്കണ 1/2 ഏക്കർ സ്ഥലം വിലക്ക് മേടിക്കുക. 1/2 ഏക്കർ സ്ഥലം പോയിട്ട് അരപ്പവൻ്റെ കമ്മൽ പോലും ഇട്ടെടുക്കാൻ നമുക്ക് പറ്റണില്ല. പിന്നെ ഇങ്ങനെ 1/2 ഏക്കർ സ്ഥലം മേടിക്കണത് ഒക്കണേ ഒക്കട്ടെ. ഞാൻ 6 കാര്യം എഴുതാൻ അച്ഛൻ പറഞ്ഞില്ലേ, സ്ഥലമുണ്ടല്ല എഴുതിയേക്കാം, ഒക്കണേ ഒക്കട്ടെ. ഈ അവസാനത്തെ കാര്യം 2-3 ഇല്ലേ ഉടമ്പടി വെക്കണേ, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ശരിക്കും. കാര്യം അത് നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ മെറിറ്റിലുള്ള കാര്യമല്ലെന്ന്. പക്ഷേ അത്യാവശ്യമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്, അവർ മാറി താമസിക്കണം, അത്യാവശ്യമാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ കാരണം പോലും ഇല്ല. ഇപ്പോൾ തന്നെ കടവാ, പിന്നെ നമ്മൾ അത് മേടിക്കണത്. ഇപ്പോൾ തന്നെ കടവാ, പിന്നെ അത് മേടിക്കണത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. ഉടമ്പടിയുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് നമ്മളുടെ Ephesians 2:8 ബൈബിൾ മുഴുവൻ വർക്കൗട്ട് ചെയ്യണത് ഈ ഒരൊറ്റ പ്രിൻസിപ്പിളിലാണ്. ബൈബിൾ മുഴുവനും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർ 20 കോടി കടമുണ്ടച്ചാൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് അത്യാവശ്യമാണ് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വഴികളുണ്ട്. ഒന്ന് റെയിൽ പാളമുണ്ട്, പിന്നെ അതാകുമ്പോൾ പിന്നെ ഭയങ്കര പാടാണ്, ചോരൊക്കെ തെറിച്ചാൽ അപ്പോൾ സീനായി പോകുമെന്ന് പറയും. ഇത്രയും കൂടി പറഞ്ഞുകൊണ്ട് പോയി കടലാണ്, അപ്പോൾ എൻ്റെ കുഴപ്പമൊന്നുമില്ലെന്നത്.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെയല്ലല്ലോ അച്ഛനോട് പറയേണ്ടത്, ആണോ? അവരവരുടെ അളിയനോട് പറയണമെങ്കിൽ അങ്ങനെ പറയാം. അച്ഛനോട് പറയുമ്പോൾ ഈശോനോട് പറയണ പോലെയാണല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു മിനിമം വിശ്വാസം വേണ്ടേ? ഒരു മിനിമം വിശ്വാസം വേണ്ടേ? അവരെവിടെയാണ് പറയണത്? ആരോടാണ് പറയണത്? അവരുടെ ആ വിഷയത്തിലോ ആ 20 കോടിയിലോ അല്ലെങ്കിൽ അവരുടെ ആസ്തികളിലോ ഒരു അഭയവുമില്ലാതെ ആണത് പറയണത്. പക്ഷെ നമുക്കറിയാം, നിങ്ങളെ പൂർണ്ണമായി അത് വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കും? എൻ്റെ കർത്താവ് വിഷയത്തിൽ തീരുമാനമുണ്ടാക്കും. അവന് ഏതെങ്കിലും വഴി ഉണ്ടാകും. കാര്യം അവനെക്കുറിച്ച് പറയണത് ഐസിയായുടെ പുസ്തകം വായിക്കുമ്പോൾ സമുദ്രത്തിൽ വഴിവെട്ടണവനാണെന്നാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ